മംഗലാപുരം വിമാന അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം 1 മാസത്തിനകം നൽകണമെന്ന ഹൈക്കോടതി വിധി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസമാവുകയാണ്. വിധി ഉടൻ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കൾ. കഴിഞ്ഞ വർഷം മെയ് 22-നുണ്ടായ മംഗലാപുരം വിമാനാപകടത്തിൽ 58 മലയാളികളടക്കം 158 പേരാണ് മരിച്ചത്. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് സാങ്കേതിക കാരണങ്ങൾ നിരത്തി എയർ ഇന്ത്യ അധികൃതർ നഷ്ടപരിഹാരം നിഷേധിക്കുകയായിരുന്നു. ഇതിനെതിരെ ദുരന്തത്തിൽ മരിച്ച കുമ്പള ആരിക്കാടിയിലെ മുഹമ്മദ് റാഫിയുടെ പിതാവ് അബ്ദുൽ സലാം ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്നാണ് മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരമായി 75 ലക്ഷം രൂപ 1 മാസത്തിനകം നൽകാൻ ഹൈക്കോടതി വിധിച്ചത്. അവരൊരു കുടുംബങ്ങൾക്ക് അതിൻ്റെ ധനസഹായം ചെയ്യുമെന്ന് പറഞ്ഞല്ലാതെ അത് ചെയ്തിട്ടില്ല. ആദ്യം ഒരു 10 ലക്ഷം രൂപ തന്നത് മാത്രമേ, അതിൻ്റെ ശേഷം എന്താക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. തരുമെന്ന് പറഞ്ഞാൽ അപ്പോൾ വർഷങ്ങളും ഒന്നായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കേസിൻ്റെ വഴിക്ക് എന്താക്കിയത് തിരിഞ്ഞതാണ്. ഹൈക്കോടതി വിധിക്കെതിരെ എയർ ഇന്ത്യ അധികാരികൾ അപ്പീൽ പോകില്ലെന്ന പ്രതീക്ഷയാണ് മരിച്ചവരുടെ ആശ്രിതർക്ക്. ഈ വിധിക്ക് മേൽ എയർ ഇന്ത്യയോ അതിന് ഇൻഷുറൻസ് കമ്പനിയോ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാതെ ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് കുടുംബാംഗങ്ങൾക്ക് മോൺട്രിയൽ കൺവെൻഷൻ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുള്ള നഷ്ടപരിഹാര തുകയായ 75 ലക്ഷം രൂപ നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിയമത്തിന്റെ നൂലാമാലകൾ തടസ്സമാകാതെ എത്രയും വേഗം നഷ്ടപരിഹാര തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ. KV ബൈജു, സൂര്യ ന്യൂസ്, കാസർഗോഡ്.